ആനക്കൊമ്പുമായി ബന്ധപ്പെട്ടൊരു വാർത്ത. പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണം. അതിൽ കോടതിയെ സമീപിക്കാൻ പോലീസ് നീക്കം. അന്വേഷണവുമായി സൈന്യം സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. ക്യാമ്പിനകത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും പ്രവേശന കവാടത്തിലെ ദൃശ്യങ്ങൾ മാത്രമാണ് സൈന്യം കൈമാറിയത്. ക്യാമ്പിനുള്ളിൽ തന്നെ ആനക്കൊമ്പുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, പോലീസും പട്ടാളവും തമ്മിലുള്ള വടംവലി ഈ നിയമകാര്യങ്ങളിൽ, സുരക്ഷാ കാര്യങ്ങളിലൊക്കെ സ്വാഭാവികമാണ്. അതിനിപ്പോൾ കോടതിയെ സമീപിക്കാന്നുള്ളത് മാത്രമേ പോലീസിന് മുന്നിലുള്ളൂ. മധു, തീർച്ചയായിട്ടും പലതവണയായി പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ ക്യാമ്പിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ, അതായത് പ്രവേശന കവാടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ അതല്ല, ക്യാമ്പിനുള്ളിൽ വിവിധ സ്ഥലങ്ങളിലായി CCTVകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖല എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആ CCTVകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതിലെ ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ആനക്കൊമ്പ് ആരെടുത്തുവെന്നും എവിടേക്കാണ് ഇത് മാറ്റിയതെന്നും അടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ സൈന്യം പറയുന്നത് മിലിറ്ററി പോലീസ് അന്വേഷിക്കുന്നുണ്ട്, മിലിറ്ററി ഇന്റലിജൻസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ സഹായം ഇക്കാര്യത്തിൽ ആവശ്യമില്ല എന്നുള്ളതാണ്. പരമാവധി മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ സഹകരിക്കാമെന്ന് മാത്രമാണ് സൈന്യം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലതവണ ആവശ്യപ്പെട്ടിട്ടും നൽകാതിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ തേടിക്കൊണ്ട് കോടതിയെ സമീപിക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം DCPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷിക്കുന്നത്. ഇവർ കോടതിയെ നാളെ സമീപിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതി വഴി ആ CCTV ദൃശ്യങ്ങൾ വാങ്ങിയെടുക്കാൻ കഴിയുമെന്നുള്ളതിന്റെ പ്രധാന കാരണം ഇതൊരു കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണമാണ്. ആ അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ക്യാമ്പ് വിട്ട് ഈ ആനക്കൊമ്പ് പുറത്തേക്ക് പോയിട്ടില്ല എന്ന് തന്നെ പോലീസ് പറയുന്നു. അതായത് 100 കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ള ഈ 2 ആനക്കൊമ്പുകൾ, ആ 2 കോടിയിലധികം രൂപ വിലയും വരും. അത് ക്യാമ്പിന് പുറത്തേക്ക് കൊണ്ടുപോവുക അസാധ്യമാണ്. മാത്രമല്ല, പുറത്തുള്ള CCTV ദൃശ്യങ്ങളും പ്രവേശന കവാടത്തിലെ ദൃശ്യങ്ങളും എല്ലാം പരിശോധിച്ചപ്പോഴും അങ്ങനെ പുറത്തേക്ക് പോയിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഏക്കർ കണക്കിന് ഭൂമിയുള്ള ഈ ക്യാമ്പിനകത്തെ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഇത് ഒളിപ്പിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. ഒരു പ്രാഥമികമായ ഒരു പരിശോധന നേരത്തെ പോലീസ് നടത്തിയിരുന്നു. 5 ഉദ്യോഗസ്ഥരെ മാത്രമാണ് അനുവദിച്ചിരുന്നത്. അങ്ങനെ നടത്തിയ പരിശോധനയിൽ ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിശദമായ ഒരു പരിശോധന വേണം. അത് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ഈ അകത്തുള്ള ഈ പരിശോധന നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് പോലീസ്.